നമ്മുടെ MLA-മാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. നമ്മുടെ ആൾക്കാരൊക്കെ അവന്റെ ഭാഗത്താക്കി. നമ്മുടെ ആൾക്കാരെ കൊണ്ട് നമ്മുടെ സ്ഥലം ആക്രമിച്ചുകൊണ്ടിരിക്കുക. അവൻ സമാധാനമായിട്ടിരുന്ന് നമ്മളെ ടെൻഷനാക്കുക. എന്നാൽ നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ അവൻ ടെൻഷൻ അടിക്കണം. അവന്റെ അനിയത്തെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആരാന്ന് കണ്ടുപിടിക്കുക. ഹലോ, സ്പീക്കറിലിട്. നീ എന്റെ സെക്യൂരിറ്റി ആയിരുന്നു, ഇപ്പൊ അവളുടെ കാലം ചെരുപ്പായോ? നീ അവനെ രക്ഷിച്ച്, നിന്റെ ഭാര്യ അവന്റെ അനിയത്തിയെ രക്ഷിച്ച് കുറെ കാലം രക്ഷപ്പെട്ട് നടന്നല്ലേ. ശ്രദ്ധിച്ച് കേട്ടോ ഡോക്ടർ, ഇനി അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ചാൻസ് പോലും ഉണ്ടാവും. എടാ തറട്ടിക്കത്തെ, നീ ആരുടെ ഹെൽപ്പ് സ്വീകരിച്ചാലും നിനക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ അവര് പോവും. നീ കാരണം ആ പിള്ളേരിപ്പം ജീവന് വേണ്ടി പടയുന്നു. നീ ആരുടെ ഹെൽപ്പ് നിനക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ അവര് നീ കാരണം ആ പിള്ളേരിപ്പം ജീവന് വേണ്ടി പടയുന്നു. എന്തിനാണ് അമ്മ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? എന്താ പ്രോബ്ലം പറഞ്ഞാ പോരെ? ഞാൻ ലൈഫിൽ തോറ്റുപോയി ചേട്ടാ. ചെറുപ്പം തൊട്ട് അമ്മയുടെ ഒരു ഒറ്റ ആഗ്രഹം, അച്ഛൻ പോലീസായിരുന്നു. അതുകൊണ്ട് ഞാനും കാക്കി വേഷം ധരിക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അന്ന് തൊട്ട് എന്റെ ലക്ഷ്യമായിരുന്നു പോലീസാണെന്നുള്ള വാശിയായിരുന്നു എനിക്ക്. ഒരു ദിവസം 18 മണിക്കൂറാണ് ഞാൻ കഷ്ടപ്പെട്ടത്. പക്ഷെ സെലക്ഷൻ കിട്ടിയില്ല. നീ പോലീസ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. ജീവിതകാലം മുഴുവൻ നീ എന്റെ കൺമുമ്പിലുണ്ടായാ മതി. ഇനി ഒരിക്കലും നീ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യരുത് മോനെ. മകളൊരു പോലീസ് ഓഫീസർ ആയിരിക്കും. അടുത്ത പ്രാവശ്യം നന്നായി ശ്രമിക്കേ. എന്തിനു വേണ്ടിയാ ഞാൻ ശ്രമിക്കേണ്ടത്? ഒരു മിനിറ്റ് നിൽക്ക്. എന്റെ 4 ഫ്രണ്ട്സാ സൂയിസൈഡ് ചെയ്തത്. ഒരുത്തൻ ലവില് ഫെയിലായിട്ട്, ഒരുത്തൻ അസുഖം വന്നിട്ടാ മരിച്ചത്, ഒരുത്തൻ ആക്സിഡന്റ് മരിച്ചു, ഒരുത്തന് പനി വന്ന് മരിച്ചു. ഇവരെല്ലാം അസുഖം വന്ന് മരിച്ചു എന്നാ പത്രത്തിലുള്ളത്. എന്നാൽ ജീവിതത്തിൽ ആരും പരാജയപ്പെട്ട് ആത്മഹത്യ ചെയ്തെന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. മോനെ, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയ ജീവിതം മെച്ചപ്പെടുത്താലോ എന്ന് കരുതി ഒരു വെയിലത്ത് ചുട്ടുപൊള്ളുന്ന ടാർ റോഡില് കാലിന് വ്രണമാകുന്ന വരെ ഓടി ഓടി തളർന്ന് ശ്വാസം കിട്ടാതെ മരിക്കാൻ പലരും. നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമത്തില് സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ പലരും. എടാ, ചേട്ടാ ചേട്ടാന്ന് നീ എപ്പോഴും വിളിക്കാറില്ലേ? നീ എന്നെ സ്വന്തം ജ്യേഷ്ഠനായിട്ടാ കാണുന്നേ. അതേ ഞാൻ നിന്നെ 1 മാസത്തിനുള്ളിൽ പോലീസ് ഓഫീസർ ആക്കിയില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ചേട്ടനായിട്ടിരിക്കുന്നത്? അമ്മ വിഷമിപ്പിക്കരുത്, മനസ്സിലായല്ലോ?
നിങ്ങളുടെ മകൻ എങ്ങനെ മരിച്ചത്? ലവ് ഫെയിലിയർ ആയിട്ടാണ് മരിച്ചത്. ഒരു പെണ്ണിന് വേണ്ടി ജീവിതം ബലികഴിപ്പിക്കാനാണോ നിങ്ങൾ നിങ്ങളുടെ മോനെ വളർത്തി? എന്താ നടന്നെന്ന് പറ. നീ സംശയിച്ചത് ശരിയാ. എന്റെ മകൻ ലവ് ഫെയിലിയർ അല്ല മരിച്ചത്. പോലീസ് ഉദ്യോഗം കിട്ടാത്തതുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തത്. എന്റെ മകൻ ചാമ്പ്യനായിരുന്നു. പോലീസ് സെലക്ഷൻ ലോങ് ജമ്പ് റെക്കോർഡ് 3.5 മീറ്റേഴ്സ് ആണെങ്കിൽ എന്റെ മോന്റെ റെക്കോർഡ് 4 മീറ്റേഴ്സാ. ഹൈ ജമ്പ് റെക്കോർഡ് 1.2 മീറ്റേഴ്സ് ആണെങ്കിൽ എന്റെ മകൻ 1.4 മീറ്റേഴ്സാ. റണ്ണിംഗ് 800 മീറ്റേഴ്സ് റെക്കോർഡ് 170 സെക്കൻഡ്സ് ആണെങ്കിൽ എന്റെ മകൻ 150 സെക്കൻഡ്സാ. കൈക്കൂലിയായി കൊടുക്കുന്ന റെക്കോർഡ് 50 ലക്ഷമാണെങ്കിൽ എന്റെ മകൻ സീറോയാ. എന്താ കാരണം എന്നറിയോ? എന്നെ പോലെ ഒന്നിനും കൊള്ളാത്ത സിൻസിയർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ അതുകൊണ്ടാ മരിച്ചു. എങ്ങോട്ട് നോക്കിയാലും കൈക്കൂലിയും റെക്കമെൻഡേഷനും പിടിപാടുമുള്ള ഈ ലോകത്ത് ജീവിക്കാൻ അറിയാതെ, എതിർക്കാൻ പോലും കഴിയാതെ സ്വന്തം ജീവനൊടുക്കേണ്ടി വന്നവനാ. നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്കൊരു വിശ്വാസം ഉണ്ടായി. നിനക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നി. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നത്. ഞാൻ നിന്റെ വീടിന്റെ പടി കയറുമ്പോ എനിക്കെന്റെ 2 മക്കളെ ഓർമ്മ വന്നു. എന്റെ മകൻ പോയതോടുകൂടി എന്റെ കുടുംബം പാതി അനാഥമായി. നാളെ ഞാൻ ഹോം മിനിസ്റ്ററിന്റെ കൈകൊണ്ട് മരണപ്പെട്ടാൽ അമ്മയില്ലാത്ത ഇവര് അനാഥരായി പോകുമെന്ന് ഭയപ്പെട്ട ഞാൻ തിരിച്ചു പോന്നു. ഒരു മിനിറ്റ്. സെക്രട്ടേറിയറ്റിലെ ഫാൻ ഷോട്ടായപ്പോ കത്തിയതാണെന്ന് പറഞ്ഞാൽ മതി. എന്നാ പിടിച്ചോ മോനെ. അതാ വരുന്നു. ഇതാ 50,000 പേരുടെ ജീവിതം ഇതിലുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മകൻ മരിച്ചതുപോലെ ഇവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നാളെ ഈ റാങ്ക് ലിസ്റ്റിലുള്ള 50,000 പേരും പോലീസ് ഓഫീസേഴ്സായി ചാർജ് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ മകന്റെ ആത്മാവിന്റെ ബലത്തിലായിരിക്കും. എന്നെ വിശ്വസിക്കാം. Erase, away. Stop not till the goal is reached. ഇതാണ് വിവേകാനന്ദൻ നമുക്ക് നൽകിയ മെസ്സേജ്. യുവത്വം മുന്നേറണം. യുവത്വം ഉണരേണ്ട സമയമായി. എന്റെ മെസ്സേജും അത് തന്നെയാണ്. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വരട്ടെ. ആ മെസ്സേജ് കൊടുക്കാനുള്ള അർഹത നിങ്ങൾക്കില്ല. നീ എന്തൊക്കെയാ പറയുന്നത് സത്യമാണെങ്കിലും നിങ്ങൾ എന്താ പറയാമെന്ന് പറയൂ സർ. ഇവിടെ പോലീസ് ഓഫീസേഴ്സ് ആവാൻ ജീവിതം തന്നെ മാറ്റിവെച്ച 50,000 പേരുടെ ഭാവി തന്നെ തൊലച്ചിരിക്കുകയാണ്. അടുത്തൊരു തലമുറയാണ് ഇവർ നശിപ്പിച്ചിരിക്കുന്നത്. മോനെ, എന്താ സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? ഫയർ ആക്സിഡന്റിലൂടെ കത്തിക്കാൻ ശ്രമിച്ച ഫയൽ ഇതാണ്. പോലീസ് ഓഫീസർ സെലക്ഷനിലുണ്ടായ അഴിമതി. എന്താ ഷോക്കായ സാറിന്? ആത്മാർത്ഥമായി പോലീസാകാൻ ശ്രമിച്ച 50,000 പേരുടെ ലിസ്റ്റാണിത്. ഇതിലൊരു ഓട്ടോക്കാരന്റെ മകനുണ്ട്, ഒരു കാർപ്പന്ററുടെ മകനുണ്ട്, ഒരു മേസ്ത്രിയുടെ മകനുണ്ട്, വാച്ച്മാന്റെ മകനുണ്ട്, ടൈലറുടെ മകനുണ്ട്, ഡ്രൈവറുടെ മകനുണ്ട്, പല പാവപ്പെട്ടവരുടെ മക്കളുണ്ട്. ജോലി കിട്ടാത്തത് ഞങ്ങളുടെ നിർഭാഗ്യമാണെന്നാ വിചാരിച്ചത്. പക്ഷെ ഇവരുടെ കളിയാണെന്ന് അറിയില്ലായിരുന്നു. അതെ സർ, ഇവരെല്ലാരും കൂടെ ഞങ്ങളെ ചതിച്ചത്. ജോലി കിട്ടില്ല, ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വിശപ്പ് സഹിച്ചുകൊണ്ട് 500 രൂപ കൊടുത്ത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട ഗതികേടാണ് ഞങ്ങൾക്ക് വന്നത്. നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റോ? ഈ സദസ്സിൽ എവിടെയെങ്കിലും CI ശരത് സാർ ഉണ്ടോ? പ്രസന്റ് സാർ. ദയവായി സാർ ഈ വേദിയിലേക്ക് വരണം. നമസ്കാരം, സുഖമാണോ? എന്തിനാ മോനെ വിളിച്ചേ? ഒന്ന് സല്യൂട്ട് അടിക്കാൻ പോലും ഇദ്ദേഹത്തിന് അറിയില്ല. ഏതുവരെ പഠിച്ചു? എന്ത് പഠിക്കാനോ? ഡിഗ്രി. ഏത് യൂണിവേഴ്സിറ്റി? അത് പിന്നെ ബിലാസ്പൂർ യൂണിവേഴ്സിറ്റി. ഏത് വർഷം? ഏത് വർഷം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ നടന്നില്ലേ, ആ വർഷം. സബ്ജക്ട് എന്തായിരുന്നു? അത് പോലീസ് കോഴ്സ്. കണ്ടില്ലേ? ഒരു പ്രൊഫസറുടെ പേര് പറയാൻ പറ്റുമോ? പ്രൊഫസർ അവനാരാ? അവൻ ആരാണെന്നോ കേട്ടല്ലോ എല്ലാവരും.
50 ലക്ഷം എണ്ണി കൊടുത്താൽ ജോലി കിട്ടും, 25 ലക്ഷം കൊടുത്താൽ പോസ്റ്റിംഗ് കിട്ടും, 10 ലക്ഷം കൊടുത്താൽ ബിലാസ്പൂർ യൂണിവേഴ്സിറ്റിയുടെ സീൽ കുത്തിയ സർട്ടിഫിക്കറ്റും കിട്ടും. ഇങ്ങനെയാണ് ഈ കള്ളൻ ഇവരെ പോലീസിൽ ചേർത്തത്. എനിക്കിപ്പോ മനസ്സിലായി, ഇത് ഉദ്യോഗസ്ഥർ ചെയ്ത ചതിയാ. എൻക്വയറി കമ്മീഷൻ വെക്കാൻ പോവാ. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വേണം. സത്യം പുറത്തു കൊണ്ടുവന്നതിന് തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഗവൺമെന്റിനെയും സ്റ്റേറ്റിനെയും രക്ഷിച്ചതിന് താങ്ക് യു.